വലിയ ഖൈറാണ് അതിൽ കിട്ടുന്നത്. സഹോദരങ്ങളെ അങ്ങനെ സഹായിക്കാനും അങ്ങനെ സഹകരിക്കാനും ഒക്കെയുള്ള മനസ്ഥിതി ദുനിയാവിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതിന്റെ ഏറ്റവും വലിയ വിജയം കാണുന്നത് പരലോകത്താണ്. മഹ്ശറിൽ അങ്ങനെ തണല് കൊടുക്കുന്നൊരു വിഭാഗം, തണല് തീരെ കിട്ടാത്തൊരു വിഭാഗം ഇപ്പുറത്ത് അക്സറുന്നാസും അതായിരിക്കും. അങ്ങനെ നിൽക്കുന്ന നൃത്തം അങ്ങനെ നീണ്ടുപോകുമ്പോ പിന്നെ സഹോദരങ്ങളെ മഹ്ശറിൽ കാണുന്ന ഏറ്റവും ഭയാനകമായൊരു കാഴ്ചയുണ്ട്. നമ്മളെല്ലാവരും ആ കാഴ്ച കാണും. അമ്പിയാക്കളും മൗലിയാക്കളും എല്ലാ നബിമാരും ആ കാഴ്ച കാണും. ആ കാഴ്ച കണ്ടിട്ട് എല്ലാവരും മുട്ടുകെട്ടിയിരുന്നു പോകും. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, മഹ്ശറിലെ വല്ലാത്തൊരു കാഴ്ച നരകത്തെ കൊണ്ടുവരുന്നൊരു കാഴ്ചയാണ്. നരകം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്, നരകം കത്തിച്ച് അള്ളാഹു റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചില്ലറ രൂപത്തിലൊന്നുമല്ല നരകത്തെ കത്തിച്ച് വെച്ചിരിക്കുന്നത്. 3000 കൊല്ലമാണ് നരകത്തെ കത്തിച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. 3000 കൊല്ലം കത്തിച്ച ഒരു തീ എവിടെയെങ്കിലും കാണാൻ പറ്റുമോ? അങ്ങനെ കത്തിച്ച് റെഡിയാക്കി വെച്ച നരകത്തെ കൊണ്ടുവന്ന് ഒരു ഭാഗത്ത് ബന്ധിപ്പിക്കാൻ വേണ്ടി മലക്കുകൾ കൊണ്ടുവരികയാണ്. ഹദീസിൽ കാണാം, യുതാബി ജഹന്നം, ജഹന്നമിനെ കൊണ്ടുവരപ്പെടും. ആ ജഹന്നമിന് 70,000 കടിഞ്ഞാണുകളുണ്ട്. ഒറ്റ കടിഞ്ഞാൺ പിടിച്ചു വലിക്കാൻ 70,000 മലക്കുകളുണ്ട്. മൊത്തത്തിൽ 70,000 കടിഞ്ഞാണാണ്. ഒരു കടിഞ്ഞാൺ പിടിച്ചു വലിക്കുന്നത് 70,000 മലക്കുകളാണ്. അപ്പൊ മൊത്തം ഒന്ന് കൂട്ടി നോക്കൂ, എത്ര ആയിരം മലക്കുകൾ, എത്ര ലക്ഷം മലക്കുകൾ പിടിച്ചു വലിക്കണം. പിടിച്ചു വലിച്ചിങ്ങനെ കൊണ്ടുവരുന്നു നരകത്തെ. കൊണ്ടുവന്നിട്ട് അർശിന്റെ ഇടത്തെ ഭാഗത്ത് നരകത്തെ കെട്ടി ഭദ്രമാക്കാൻ വേണ്ടി പോവുകയാണ്. അർശിന്റെ ഇടത്തെ ഭാഗത്ത് നരകത്തെ ഭദ്രമാക്കാൻ വേണ്ടി പോകുമ്പോ സുബ്ഹാനല്ലാഹ്, ആ നരകം ഒന്നിങ്ങനെ കുലുങ്ങാൻ വേണ്ടി നോക്കുന്നു, ഒന്നിങ്ങനെ അതിന്റെ കടിഞ്ഞാൺ പൊട്ടിച്ചു പോകാൻ വേണ്ടി നോക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എങ്ങാനും നരകത്തിന്റെ കടിഞ്ഞാൺ മലക്കുകളെ കയ്യിൽ നിന്ന് ഒന്ന് ഊരിപ്പോയാൽ ലഅഹറഖത് അഹ്ലൽ ജമീഅ്, മഹ്ശറിൽ നിൽക്കുന്ന മുഴുവൻ ആളുകളെയും നരകം കത്തിച്ചാമ്പലാക്കും, കത്തിക്കരിച്ചു കളയും. അതിനു മാത്രം ശക്തി നരകത്തിനുണ്ട്. നരകത്തെ പിടിച്ച് വലിച്ചു കൊണ്ടുവന്ന് കെട്ടുമ്പോൾ വതറാ കുല്ല ഉമ്മത്തിൻ ജാസിയാ, മുഴുവൻ ആളുകളും താഴെ അങ്ങോട്ട് മുട്ടുകെട്ടിയിരിക്കും. നിൽക്കുന്ന ഒരാൾ മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരൊറ്റ ആള് മാത്രമേ ആർജവത്വത്തോടെ നിൽക്കുന്ന ആളുണ്ടാകുള്ളൂ. അത് സയ്യിദുനാ വ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രം. ബാക്കി ജസാ കുല്ലു നബിയ്യിൻ വ വലിയ്യിൻ വ മലക്കിൻ, മലക്കുകളൊക്കെ എത്ര ഉണ്ട് അതിന്റെ എണ്ണൊക്കെ പടച്ചോനെ അറിയുള്ളൂ. മലക്കുകളും താഴെ ഇരുന്നു പോയി, അമ്പിയാക്കളും താഴെ ഇരുന്നു പോയി, ഔലിയാക്കളും താഴെ ഇരുന്നു പോയി. അവരൊക്കെ ഇരുന്നു എന്ന് പറഞ്ഞാൽ ഇനി ബാക്കിയുള്ളവരുടെ ഇരുത്തം പറയണ്ടേ ഇല്ല, ബാക്കിയുള്ളവർ ഏതായാലും ഇരുന്നു, എല്ലാവരും ഇരിക്കും. എല്ലാവരും താഴെ മുട്ടുകെട്ടിയിരിക്കും, പേടിച്ചിട്ട് ഭയന്നിട്ട്. നരകത്തിന്റെ ആ ഭയാനകത അതൊരു സാങ്കല്പിക രൂപത്തിൽ വിശ്വസിക്കേണ്ട ഒന്നല്ല, യാഥാർത്ഥ്യമാണ്. അല്ലാഹു തആല നമുക്ക് പഠിപ്പിച്ചു തന്ന, വിശ്വസിക്കാൻ വേണ്ടി നമ്മെ പഠിപ്പിച്ചു തന്ന യാഥാർത്ഥ്യങ്ങളിൽ ഒന്നാണ് നരകം. ആ നരകത്തിൽ നിന്നാണ് ഞാനും നിങ്ങളും ഏറ്റവും അധികം ഒരു ദിവസം അല്ലാഹുവിനോട് കാവൽ ചോദിക്കുന്നത്. അത്ര കാവൽ ചോദിക്കുന്ന ഒരു വിഷയവും വേറെയില്ല. ഇപ്പൊ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് 7 പ്രാവശ്യം പറഞ്ഞില്ലേ അല്ലാഹുമ്മ അജിർനി മിനന്നാർ. നാളെ സുബഹിന്റെ ശേഷവും പറയും അല്ലാഹുമ്മ അജിർനി മിനന്നാർ. ഖത്തീബ് ഉസ്താദ് ഖുതുബയിൽ ഏറ്റവും അധികം കാവൽ ചോദിച്ചത് എന്താ? നരകത്തിൽ നിന്നല്ലേ കാവൽ ചോദിച്ചത്. അത്ര കാവൽ ചോദിച്ച വേറെന്തെങ്കിലും വിഷയമുണ്ടോ? ഇല്ല. അപ്പൊ ആ നരകത്തിന്റെ ഭയാനകത ചെറുതല്ല, നരകത്തിന്റെ ഭയാനകത വളരെയധികം വലുതാണ്. സുബ്ഹാനല്ലാഹ്, നരകത്തിന്റെ ഭയാനകത ദൂരത്ത് നിന്ന് കാണുമ്പോഴേക്ക് തന്നെ
പേടിച്ച് അട്ടഹസിച്ച് കരഞ്ഞു പോകുമെന്ന് ഖുർആൻ പറയുന്നു. നരകത്തെ നിഷേധിച്ച ആളുകൾ ഇദാ റഅതുഹും മിൻ മകാനിൻ ബഈദ് സമിഉ ലഹാ തഗയ്യുദൻ വസഫീറാ. ദൂരത്ത് നിന്ന് എന്ന് പറഞ്ഞാൽ 500 കൊല്ലത്തിന്റെ വൈദൂരം അപ്പുറത്ത് നിന്ന് നരകത്തെ കാണുമ്പോൾ നരകത്തിന് പതപതക്കുന്ന ശബ്ദവും നരകത്തിന് തന്നെ വല്ലാതെ അട്ടഹസിക്കുന്ന രൂപത്തിൽ ആർത്തിലക്കുന്ന ആർത്തിരമ്പുന്ന ശബ്ദവും അതുപോലെ തന്നെ നരകത്തിന് തിളച്ചുമറിയുന്ന ഗൗരവമാർന്ന ശബ്ദവും രണ്ടും നരകത്തിനുണ്ട്. അതങ്ങനെ കേൾക്കും. കേട്ടുകൊണ്ട് വരുന്ന ആളുകൾ പേടിച്ചുകൊണ്ട് ഹുനാലിക ദഅഉ സുബൂറാ, കഷ്ടനഷ്ടങ്ങളെ വിളിച്ചു പറയാൻ തുടങ്ങും. വിശ്വസിച്ചാൽ മതിയായിരുന്നു ദുനിയാവിൽ വെച്ച്, അള്ളാഹുവിനെ അനുസരിച്ച് നടന്നാൽ മതിയായിരുന്നു എന്നൊക്കെ പറയും. പക്ഷേ അവിടെ പിന്നത് പറഞ്ഞിട്ട് കാര്യമില്ല. അതാര് കേൾക്കാനാണ്? അല്ലാഹു തആല അവരോട് പറയുന്നുണ്ട്, ലാ തദഉൽ യൗമ സുബൂറൻ വാഹിദാ വദഉ സുബൂറൻ കസീറാ. ഒരു നഷ്ടമായിട്ട് വിളിച്ചു പറയേണ്ട ഒരുപാട് നഷ്ടങ്ങൾ പറഞ്ഞോളൂ, ഒരുപാട് നഷ്ടക്കഥകൾ പറഞ്ഞോളൂ. പക്ഷെ അതൊന്നും സ്വീകരിക്കപ്പെടൂല. ലോകം കഴിഞ്ഞു. ഇത് പ്രതിഫലത്തിന്റെയും ശിക്ഷയുടെയും ലോകമാണ്. അധ്വാനത്തിന്റെ ലോകം കഴിഞ്ഞു. അത് ദുനിയാവായിരുന്നു. ഇവിടെ അധ്വാനത്തിന്റെ ലോകമല്ല, ഇവിടെ പ്രതിഫലത്തിന്റെയും അതുപോലെ തന്നെ പ്രതികാരത്തിന്റെയും ലോകമാണ്. ജസാഇന്റെ ലോകമാണിത്. ഇവിടെ നിങ്ങൾ എത്ര കരഞ്ഞിട്ടും കാര്യമില്ല, സങ്കടപ്പെട്ടിട്ടും കാര്യമില്ല. അതുകൊണ്ടൊന്നും ഒന്നും നേടാൻ പറ്റൂല. സുബ്ഹാനല്ലാഹ്. അങ്ങനെ മഹ്ശറിലേക്ക് വന്ന് നിൽക്കുന്ന ആളുകൾ നരകത്തെ പിടിച്ചു കെട്ടുന്ന സന്ദർഭത്തിൽ എല്ലാവരും മുട്ടുകെട്ടിയിരിക്കുമ്പോ നരകത്തിന്റെ അടുത്തു പോയിട്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, അഊദു ബില്ലാഹി മിൻകി. നരകമേ, നിന്നിൽ നിന്ന് ഞാൻ അല്ലാഹുവിനോട് കാവൽ ചോദിക്കുന്നു. അപ്പൊ നരകം നബി തങ്ങളോട് ചോദിക്കാണ്, തങ്ങളെ നിങ്ങൾ എന്തിനാണ് കാവൽ ചോദിക്കുന്നത്? നിങ്ങളെ ശരീരം അല്ലാഹു എനിക്ക് നിഷിദ്ധമാക്കിയിട്ടുണ്ടല്ലോ. നിങ്ങൾ ഏതായാലും എന്റെ അടുത്തേക്കോ എന്റെ ഉള്ളിലേക്കോ നിങ്ങൾ പ്രവേശിക്കില്ലല്ലോ. നിങ്ങളെ ശരീരം എനിക്ക് അല്ലാഹു ഹറാമാക്കിയതല്ലേ. അവിടുന്ന് പറയുന്നു, ഞാൻ കാവൽ ചോദിച്ചത് എനിക്ക് വേണ്ടിയല്ല, ലി ഉമ്മത്തി, എന്റെ ഉമ്മത്തിന് വേണ്ടിയാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ ഉമ്മത്തിന് വേണ്ടിയാണ് ഞാൻ കാവൽ ചോദിക്കുന്നത്, എനിക്ക് വേണ്ടിയല്ല. നരകത്തെ ഭദ്രമായി പിടിച്ചു കെട്ടിയ ശേഷം സഹോദരങ്ങളെ, മഹ്ശറിൽ എത്ര കാലം നിൽക്കും എന്നതിന്റെ വിഷയത്തിൽ വിവിധ അഭിപ്രായങ്ങൾ മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇരിക്കട്ടെ, പിന്നെ മഹ്ശറിലുള്ള ആളുകളൊക്കെ ഏറ്റവും അധികം പേടിപ്പെടുത്തുന്ന രൂപത്തിലേക്ക് പോകുന്ന ഒരു ചർച്ച, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നൊരു പ്രഖ്യാപനം വരുമ്പോഴാണ്. ഒന്നാമത് നരകത്തെ കാണുമ്പോ മുട്ടുകെട്ടിയിരുന്ന ആളുകൾ മുഴുവനും പിന്നെ എഴുന്നേറ്റ് അമ്പിയാക്കൾ അവരുടെ സ്ഥാനത്തേക്കും ഔലിയാക്കളും മലക്കുകളും ഓരോരുത്തർ സ്ഥാനത്തേക്കും മാറി നിൽക്കുമ്പോ കുറ്റവാളികളായ ആളുകളെ മറ്റൊരു ഭാഗത്തേക്ക് അല്ലാഹു തആല മാറ്റി നിർത്തും. രണ്ടു കൂട്ടരെയും വേർതിരിച്ച് അറിയാൻ പറ്റുമോ? പറ്റും. അടയാളങ്ങൾ അവർക്ക് അല്ലാഹു തആല കൊടുക്കുന്നുണ്ട്. ഈ ഉമ്മത്തിൽ നിന്ന് നരകത്തിൽ പോകാനുള്ള ആളുകൾക്കും അടയാളമുണ്ടോ? ഉണ്ട്. ഈ ഉമ്മത്തിൽ നിന്ന് മഹ്ശറിലെത്തുമ്പോ ആദ്യമായി മുഖം കറുക്കുന്നവരാരാന്നറിയുമോ? അവ്വലു മയ്യസ്വദ്ദുൽ വുജൂഹു മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽ നിന്ന് ആദ്യമായി മുഖം കറുക്കുന്നവർ വുജൂഹു താരിഖിസ് സ്വലാത്ത്, നിസ്കരിക്കാത്തവരുടെ മുഖങ്ങളാണ്.